ഹായ് എവരിവൺ, ഇന്ന് ഞാൻ മയണൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് പ്രിപ്പയർ ചെയ്യാനായിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും വളരെ കുറച്ച് സമയവും മാത്രം മതി. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പം നമുക്ക് റെസിപ്പി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനൊരു 2 മുട്ടയുടെ എഗ് വൈറ്റാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ഈ സൈസിലുള്ളൊരു ഗാർലിക് എടുക്കുക. അതിനെ ചെറുതായിട്ട് മുറിച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പാണ് ആഡ് ചെയ്യേണ്ടത്. ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ആഡ് ചെയ്യണം. ഇനിയും 1/4 ടീസ്പൂൺ പഞ്ചസാര, കൂടിപ്പോകരുത്. ഇനി ഞാൻ കുരുമുളകും കൂടെ ആഡ് ചെയ്യുകയാണ്. കുരുമുളകിൻ്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി. ഇനി ഞാൻ വിനേഗറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ വിനേഗർ. ഇതിന് പകരം ലെമൺ ജ്യൂസ് വേണമെങ്കിലും ചെയ്യാം. ഇനി ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പോവാണ്. ഒരു 15 സെക്കൻഡ് നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന് കാണിക്കാം. നന്നായിട്ട് മിക്സായി ഇത് കണക്ക് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 125 ml ഓയിലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. എത്ര ഓയിൽ ആഡ് ചെയ്തു എന്ന് ഞാൻ പറയാം. ഓയിൽ ആഡ് ചെയ്ത് പതുക്കെ ബ്ലെൻഡ് ചെയ്ത് നമ്മൾ ആ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരണം. ഒരുപാട് ബ്ലെൻഡ് ചെയ്യരുത്. ഞാനിപ്പോൾ ഒരു 1/4 ഭാഗം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 5 സെക്കൻഡ് ബ്ലെൻഡ് ചെയ്താണ് ഞാൻ എടുക്കാൻ പോകുന്നത്. 5 സെക്കൻഡ് കഴിഞ്ഞു. ഇനി ബാക്കി ഓയിലും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഒന്നും കൂടെ ബ്ലെൻഡ് ചെയ്യുക. നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ കൺസിസ്റ്റൻസി എത്തുന്ന വരെ ഓയിൽ ആഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത്രയേ ആയിട്ടുള്ളൂ. ഇനി കുറച്ചും കൂടെ ഒന്ന് റെഡി ആവാനുണ്ട്. ഞാൻ കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ബാക്കി ഓയിലും കൂടെ ഒഴിച്ച് ഫുൾ ഒഴിച്ചിട്ടില്ല, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. ഞാൻ എടുത്ത് വെച്ച ഓയിലിൽ നിന്നും 1 ടേബിൾ സ്പൂൺ ബാലൻസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഒരുപാട് ബ്ലെൻഡ് ചെയ്യരുത്. നിങ്ങളിങ്ങനെ ഇടയ്ക്ക് തുറന്ന് നോക്കണം കൺസിസ്റ്റൻസി ആയിട്ടുണ്ടോ എന്ന്. അപ്പം ഈസിയാണ്, ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം.